ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ഒടുവിലത്തെ വാക്യം 26-ാം വാക്യം വായിക്കാം. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആരാധന, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധന നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്താണ്. 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഹാബേൽ ആരാധന കഴിച്ചു, കയീനും ആരാധന കഴിച്ചു. രണ്ടുപേരും ആരാധന കഴിച്ചു. പക്ഷേ ഹാബേലിൻ്റെ ആരാധനയിൽ ദൈവത്തിന് തീ ഇറങ്ങി, കയീൻ്റെ ആരാധനയിൽ ദൈവത്തിന് തീ ഇറങ്ങിയില്ല. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി, കയീൻ്റെ വഴിപാടിൽ ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടായില്ല, ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങിയില്ല. നമുക്ക് വായിക്കാം 4-ാം അധ്യായം 2-ാം വാക്യം മുതൽ. പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ദൈവം ഹാബേലിൽ പ്രസാദിച്ചു, ഹാബേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു. ദൈവം കയീനിൽ പ്രസാദിച്ചില്ല, കയീൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. എന്നിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ എൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. എന്നിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേലിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ട് ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ടാണ് ഹാബേലിൽ പ്രസാദിച്ചത്? അതിൻ്റെ ഒരു വ്യവസ്ഥയേ ഉള്ളൂ, വേറൊരു ആവശ്യവുമില്ല. ഒറ്റയ്ക്കൊരു കാര്യം മതി. അതെന്താണ് എന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. വിശ്വാസത്താൽ ഹാബേൽ, നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു. കയീൻ്റേതിൽ ഉത്തമമായ യാഗമായി തീർന്ന എന്തുകൊണ്ട്? ഹാബേലിൻ്റെ യാഗം കയീൻ്റേതിൽ ഉത്തമമായ യാഗമായി തീർന്നതുകൊണ്ട്. ഹാബേലിന് വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണ് വിശ്വാസം? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. റോമലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനം കേട്ടാലാണ് വിശ്വാസം വരിക. വചനം കേട്ടു, വചനം കേട്ടുകൊണ്ട് വിശ്വാസം വന്നു. ഇവിടെ ഹാബേൽ എങ്ങനെയാണ് വചനം കേട്ടത്? അത് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. ഹാബേൽ വചനം കേട്ടു. ഹാബേൽ വചനം കേട്ടത് എങ്ങനെയാണ്? ഏദൻ തോട്ടത്തിൽ ജീവനുള്ള ദൈവം ഇറങ്ങി വന്ന് ആദാവിനോട് ഹവ്വായോട് സംസാരിച്ചു. ജീവനുള്ള ദൈവം പറഞ്ഞു, ഈ ഭൂമി നീ മൂലം ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ആദാം പാപം ചെയ്തത് മൂലം ഭൂമി മുഴുവൻ ശപിക്കപ്പെട്ടു. എന്നാൽ ശാപം മാറാൻ ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. ദൈവം വെച്ചതായ വ്യവസ്ഥ ദൈവം അതിന് നിവർത്തിക്കും എന്നുള്ളതായ വാഗ്ദാനമായിരുന്നു. എന്താണ് ദൈവം നിവർത്തിക്കുന്നതായ വ്യവസ്ഥ? ആ വാഗ്ദാനം എന്തായിരുന്നു? ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ പിറക്കും, സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നവൻ പാമ്പിൻ്റെ തല ചതയ്ക്കും, അങ്ങനെ ശാപം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതെങ്ങനെയാണ് എന്ന് ഉടനെ തന്നെ തെളിഞ്ഞു. ആദാമിനെ ദൈവം മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചു. മൃഗത്തെ കൊന്ന് തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, എന്താണ് ഉണ്ടായത്? ഏദൻ തോട്ടത്തിൽ ആട്ടിൻകുട്ടി കൊല്ലപ്പെട്ടു. ഒരാട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി. ഹാബേൽ ആദാമിൻ്റെ മകനാണ്. ഹാബേലിന് അർത്ഥം മനസ്സിലായി. സ്വർഗത്തിലെ ദൈവം അന്ന് ഏദൻ തോട്ടത്തിൽ അപ്പനോട് പറഞ്ഞതിൻ്റെ പൊരുൾ വാസ്തവത്തിൽ എന്ത് എന്ന് അപ്പൻ പറഞ്ഞ് ഈ മകൻ ഗ്രഹിച്ചിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം അപ്പനോട് പറഞ്ഞതായ വാക്കുകൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആദാം കൂടെ ഉരുവിടാറുണ്ട്. ആദാം പറയാറുണ്ട്, മക്കളെ രണ്ടുപേരെയും വിളിച്ച് പറയാറുണ്ട്, മക്കളെ, സ്വർഗത്തിലെ ദൈവം എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മേലുള്ള ശാപം മാറാൻ, നമ്മുടെ പേരിലുള്ള പാപം മാറാൻ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് മൂലം
ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ചത് മൂലം നമ്മുടെ മേലെ വന്ന ശാപം മാറാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള മാർഗം തെളിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്നാണ്. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ പിറക്കും. മക്കളെ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അത് സ്ത്രീയുടെ സന്തതിയായി പിറക്കുന്ന ഒരാൾ ഞങ്ങൾ ആശയോടെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ നാളുകളായി കാത്തിരിക്കുകയാണ്. വർഷങ്ങൾ 930 വർഷം ആദാം കാത്തിരുന്നു. ഏദൻ തോട്ടത്തിന് വെളിയിൽ 930 വർഷം ആദാം കാത്തിരുന്നു. സ്ത്രീയുടെ സന്തതി ജനിച്ചില്ല. ആദാമിന് പ്രതീക്ഷയുണ്ട് ആ സ്ത്രീയുടെ സന്തതിയെ കാണാൻ. അങ്ങനെ ഈ ശാപം മാറാൻ പ്രതീക്ഷയുണ്ട്. ആദാം എന്നും പറയും മക്കളോട്, മക്കളെ നമുക്ക് കാത്തിരിക്കണം, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കും. എന്താണ് ഈ പറയുന്നത്? എന്നിട്ട് ആദാം പറഞ്ഞു കൊടുക്കും, മക്കളെ നിങ്ങൾക്കറിയാൻ പാടില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നേരിട്ട് കണ്ടില്ല, വചനം പറഞ്ഞു തരാം. ഞാൻ ഏദൻ തോട്ടത്തിൽ വെച്ച് എനിക്ക് പാപം വന്നപ്പോൾ നഗ്നതാബോധം ഉണ്ടായി. ഞാൻ ലജ്ജാവിവശനായി തീർന്നു, ഞാൻ നഗ്നനായി തീർന്നു. എൻ്റെ നഗ്നത മാറ്റാൻ ഞാൻ നോക്കിയപ്പോൾ വേറെ മാർഗം എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ അത്തിയുണ്ട്, അത്തിയുടെ ഇല കൂട്ടിത്തുന്നി അങ്ങനെ ഇല കൊണ്ട് എൻ്റെ നഗ്നത മറയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതുകൊണ്ട് നഗ്നത മറയുകയില്ല. ദൈവ തേജസ്സാണ് ഉരിഞ്ഞുപോയത്. ഉരിഞ്ഞുപോയ ദൈവ തേജസ് അത് അത്തി ഇല കൊണ്ട് തിരികെ കിട്ടുകയില്ല, എൻ്റെ നഗ്നത മറയുകയില്ല. എനിക്ക് മനസ്സിലായി, പക്ഷേ നഗ്നത മറയ്ക്കാൻ മാർഗം ഞാൻ കണ്ടില്ല. മക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, ഒരു വലിയൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം, വലിയൊരു ആത്മീയ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്വർഗത്തിലെ ദൈവം ഏദൻ തോട്ടത്തിൽ ഒരു മൃഗത്തെ കൊന്നു, ഒരു ആട്ടിൻകുട്ടിയെ കൊന്നു. ആട്ടിൻകുട്ടിയെ കൊന്നിട്ട് അതിൻ്റെ തോലെടുത്ത് ഞങ്ങളെ ഉടുപ്പിച്ചു. ആദാം പറഞ്ഞു കൊടുത്തു, മക്കളെ, യാഗം മൂലം മാത്രമേ മോചനമുള്ളൂ. യാഗം നടക്കണം. ആദ്യം നടത്തിയ യാഗം സ്വർഗത്തിലെ ദൈവം തന്നെ നടത്തിയ യാഗമാണ്. സ്വർഗത്തിലെ ദൈവം തന്നെ ഒരു ആട്ടിൻകുട്ടിയെ കൊന്നു. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, ആർക്കും മനസ്സിലാവുകയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ല മക്കളെ. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു യാഗം നടക്കണം. ആദാം പറഞ്ഞ വാക്കുകൾ മക്കൾ രണ്ടുപേരും കേട്ടു. ആദാം പറഞ്ഞ വാക്കുകൾ രണ്ടുപേരും കേട്ടെങ്കിലും ഒരാളത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആര്? ഹാബേൽ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് വിശ്വാസമായി പരിണമിച്ചു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആദാം പറഞ്ഞ വാക്കുകൾ വിശ്വാസമായി പരിണമിച്ചത് ഹാബേലിൽ. കയ്യിന് അത് മനസ്സിലായില്ല. ഈ യാഗത്തിൻ്റെ പൊരുൾ മനസ്സിലായില്ല, അതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല. കാരണം കയ്യീൻ ഈ ശാപഗ്രസ്തമായ ഭൂമിയിൽ വേല ചെയ്ത് ഭൂമിയിൽ ഒതുങ്ങിക്കൂടുന്നവനായിരുന്നു. ഭൂമിയായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഈ ഭൂമിയിലെ ജീവിതമായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഈ ഭൂമിയിലെ കൃഷിയായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഈ ഭൂമിയിൽ വളരുക എന്നുള്ളതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ലോകത്തിൻ്റെ ഉയർച്ചയായിരുന്നു അവൻ്റെ ലക്ഷ്യം. മാത്രമല്ല, കയ്യീൻ അധ്വാനിക്കുന്നവനായിരുന്നു. അവൻ അധ്വാനിച്ച് അധ്വാന ഫലത്തും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചു. അധ്വാന ഫലം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ് കയ്യീൻ വിചാരിച്ചത്. പ്രവൃത്തിയുടെ മാർഗമാണ് കയ്യീൻ സ്വീകരിച്ചത്. കയ്യീൻ്റേത് കർമ്മമാർഗമായിരുന്നു, കയ്യീൻ്റേത് പ്രവൃത്തിയുടെ മാർഗമായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്യണം, കുറേയേറെ നല്ല പ്രവൃത്തികൾ ചെയ്യണം. ഇതാണ് കയ്യീൻ്റെ ചിന്താഗതി. കയ്യീൻ്റെ ആ ചിന്താഗതി അത് വിശ്വാസത്തിൻ്റെ ചിന്താഗതിയല്ല, വിശ്വാസത്തിൻ്റെ മാർഗമല്ല. വിശ്വാസത്തിൻ്റെ മാർഗം കൃപയുടെ മാർഗമാണ്. അത് ഞാൻ ഒന്നും ചെയ്യാതെ എന്നെ സ്വർഗീയ രാജാധിരാജൻ വന്ന് പൊതിയുന്നതാണ് കൃപയുടെ മാർഗം. ഞാൻ പാപിയാണ്, എനിക്ക് പാപമേ ചെയ്യാൻ പറ്റൂ, പക്ഷേ ദൈവത്തിൻ്റെ കൃപ വന്ന് എന്നെ പൊതിയുന്നു. അത് ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. എൻ്റെ പാപത്തെ ദൈവത്തിൻ്റെ കൃപ വന്ന് പൊതിയുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം വന്ന് പൊതിയുന്നു. ക്രിസ്തുവിൻ്റെ രക്തം എന്നെ വന്ന് പൊതിയുന്നു. അതിൻ്റെ നിഴലാണ് മൃഗത്തെ കൊന്ന് അതിൻ്റെ തോൽ കൊണ്ട് പൊതിഞ്ഞു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹാബേലിന് പെട്ടെന്ന് അർത്ഥം മനസ്സിലായി. ഹാബേൽ ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. കയ്യീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം പലരും ഇന്ന് കർമ്മമാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ്. എങ്ങനെയാണ് കർമ്മമാർഗം? പലതും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം. സാധുജന സേവനം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം. ശരിയാണ്, സേവനം ചെയ്യേണ്ടതാണ്. പാവങ്ങളെ സഹായിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം. മനോഗുണ പ്രവൃത്തികളെ ദൈവത്തെ പ്രസാദിപ്പിക്കാം. കുമ്പിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം. കുമ്പിടുന്ന പാവമൊന്നുമല്ല, തീർച്ചയായിട്ടുമല്ല. നേർച്ചകൾ നടത്തി ദൈവത്തെ പ്രസാദിപ്പിക്കാം. വഴിപാട് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം. പള്ളിപ്പെരുന്നാൾ ഏറ്റുകഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം. സ്നേഹിതരെ, തെറ്റിദ്ധരിക്കല്ലേ, ഇതിനൊന്നും ഞാൻ എതിരല്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം അമ്മ അന്ന് ആ കാലത്ത് നേർന്നതാണ് ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ ഏറ്റുകഴിക്കാൻ. അത് അമ്മ അന്ന് നേർന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് ജോലി കിട്ടി, ആദ്യം കിട്ടിയ ശമ്പളം കൊണ്ട് ചെയ്തത് പള്ളിപ്പെരുന്നാൾ ഏറ്റുകഴിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതിനോടൊന്നും എതിരെന്നുള്ള ആളല്ല ഞാൻ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സ്നേഹിതരെ, ഇതുകൊണ്ടൊന്നും സ്വർഗ്ഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. മകനെ, നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഏതെല്ലാം പുണ്യപ്രവൃത്തികളുണ്ടോ, എന്തെല്ലാം നന്മ പ്രവൃത്തികളുണ്ടോ, നിൻ്റെ നീതി പ്രവൃത്തികളൊക്കെയും കറ പേരേണ്ട തുണി പോലെ എന്നാണ് പ്രവാചകൻ പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാം, നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും ദൈവസന്നിധിയിൽ കറ പേരേണ്ട തുണി പോലെ. എന്തെല്ലാം നീതി പ്രവൃത്തികൾ ചെയ്താലും ഹൃദയം നേരല്ല, ഹൃദയം ശുദ്ധമല്ല, ജീവിതം വിശുദ്ധമല്ല, കാഴ്ചപ്പാട് വിശുദ്ധമല്ല, ലക്ഷ്യം വിശുദ്ധമല്ല, നമ്മുടെ ഉദ്ദേശം ശരിയല്ല. സഹോദരങ്ങളെ, ലാക്ക് വിശുദ്ധമല്ല. അതുകൊണ്ട് നാം കഴിക്കുന്നതായി വഴിപാടുകളോ യാഗങ്ങളോ ദൈവസന്നിധിയിൽ പ്രസാദയോഗ്യമായി തീരുന്നില്ല, ദൈവത്തിന് സ്വീകാര്യയോഗ്യമായി തീരുന്നില്ല, ദൈവം കൈക്കൊള്ളുന്നില്ല. ഇതൊരു പരമ യാഥാർത്ഥ്യമാണ്. നമ്മുടെ യാഗം ദൈവം കൈക്കൊള്ളണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായി തീരണം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സമർപ്പണം ദൈവം സ്വീകരിച്ചിട്ടുണ്ടോ? സമർപ്പണം ദൈവം അംഗീകരിക്കത്തക്കവണ്ണം നിങ്ങൾ ശുദ്ധ മനസാക്ഷിയോടെ സമർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തന പദ്ധതികളിലാണോ നിങ്ങൾ ആശ്രയിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ കൃപ, അനന്തമായ കൃപ? എന്താണ് ആ കൃപ? കൃപ എന്താണ് എന്ന് റോമക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. ഒന്ന് വായിച്ച് കേൾക്കാം. കൃപ എന്താണ് ദൈവത്തിൻ്റെ കൃപ? വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസമില്ല. ധനവാനെന്നോ ദരിദ്രരെന്നോ വ്യത്യാസമില്ല, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, സ്വന്തം ജാതിയെന്നോ പുറജാതിയെന്നോ വ്യത്യാസമില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അഗ്രധർമ്മം ഉള്ളവനെന്നോ പരിച്ഛേദന കഴിഞ്ഞവനെന്നോ വ്യത്യാസമില്ല. ഒരു വ്യത്യാസവും പറയാനില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ, ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായ നീതീകരണം, സൗജന്യമായി നീതിമാനം ദൈവം മുദ്രകുത്തി തരികയാണ്. ഞാൻ പാപിയാണ്, പക്ഷേ ഈ കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ എന്നെ പൊതിയുന്നു. കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ പൊതിയുമ്പോൾ ഞാൻ എൻ്റെ പാപം പുറത്ത് വെളിപ്പെടാതെ വണ്ണം ഞാൻ മുഴുവനായി ദൈവത്തിൻ്റെ സ്നേഹത്താൽ കവർ ചെയ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്താൽ ആവരണം ചെയ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തിരുരക്തത്താൽ, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ആവരണം ചെയ്യപ്പെടുകയാണ്. എൻ്റെ കറകൾ പിന്നെ പുറത്ത് കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് പൊതിയുന്നു. നോക്കിയ പിശാച് നോക്കുകയാണ്, എവിടെ ഇവൻ്റെ പാവം എവിടെ? കാണാൻ വയ്യ. ആ പിശാച് കാണുന്നത് ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തമാണ്, പരിശുദ്ധ രക്തമാണ്. ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ പാവം കാണാൻ, എന്നിട്ട് എന്നെ കുറ്റം വിധിക്കാൻ അവനിങ്ങനെ ഓടി നടക്കുകയാണ്. അവൻ ഓടി നടക്കുമ്പോൾ അവൻ വീണ്ടും നോക്കുകയാണ്, പിന്നെയും നോക്കുകയാണ്. കാണുന്നില്ല. കാരണം അവിടെ ആകെ അവൻ കാണുന്ന ഒന്നേ ഉള്ളൂ, പരിശുദ്ധന്മാരിൽ പരിശുദ്ധനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മാത്രം. ആ രക്തത്തിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ പാവമില്ലാത്തനായതുകൊണ്ടല്ല, അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ അവന് കഴിവില്ല. അവൻ പാവമില്ലാത്തവനായതുകൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം വന്ന് നമ്മെ കവർ ചെയ്യുന്നു, നമ്മെ ആവരണം ചെയ്യുന്നു, നമ്മെ പൊതിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ആ സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് നീതീകരണം കിട്ടുന്നത്. അത് സൗജന്യമായിട്ടാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം, റിഡംഷൻ, ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയും നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായി നീതിമാനെന്ന് മുദ്രകുത്തി തരികയാണ്, നീതിമാനെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. സൗജന്യമായി എത്രയും നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് എന്താ ഞാൻ ചെയ്യേണ്ടത്? ദൈവം ഇതൊക്കെ ചെയ്തു. ഇനി ഇത് എനിക്ക് അനുഭവമാകാൻ ഞാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം മൂലം വിശ്വസിക്കുന്നവർക്ക് പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവായ യേശുവിനെ പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു, കുരിശിന്മേൽ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു, പരസ്യ കാഴ്ചയാക്കി തീർത്തിരിക്കുന്നു. എല്ലാവരും കാണത്തക്കവണ്ണം സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എങ്കിലേക്ക് ഇതിന് രക്ഷപ്പെടുവീൻ, ഞാൻ അല്ലാതെ ഒരു ദൈവമില്ലല്ലോ എന്ന് പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ, യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് പറഞ്ഞതുപോലെ, ഇതാ സകല ഭൂസീമാവാസികളെയും എല്ലാവരെയും മാടി വിളിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്തണയ്ക്കുവാൻ യേശുക്രിസ്തു കുരിശിന്മേൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തു കുരിശിന്മേൽ തൂങ്ങിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുകയല്ലാതെ ഒരു പാപിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. വേറെ ഒന്നിനാലും രക്ഷ കിട്ടുകയില്ല. എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും, സ്നേഹിതരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, പള്ളിപ്പെരുന്നാൾ കഴിച്ചാലും, കുരിശിൻ തൊട്ടി പണിയാൻ രൂപ കൊടുത്താലും, അല്ല കുരിശിൻ
തൊട്ടി മനോഹരമായി പണിത് ഉയർത്തിയാലും ദൈവസ്നേഹത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയാലും, പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം നന്മ പ്രവൃത്തികൾ, മനോഗുണ പ്രവൃത്തികൾ ചെയ്താലും പാപമോചനം കിട്ടുകയില്ല. പാപമോചനം കിട്ടുവാൻ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. അതിന് എൻ്റെ പ്രവൃത്തികളല്ല, ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണമാണ് അതിനുള്ള ഒരേ ഒരു പോംവഴി. അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി യേശു നിർത്തപ്പെട്ടിരിക്കുന്നു. പരസ്യമായി യേശു പ്രദർശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ മുന്നിൽ, സർവ്വലോകത്തിൻ്റെയും മുമ്പിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ, ചക്രവാളത്തിൻ്റെ മധ്യത്തിൽ, AD-ക്കും BC-ക്കും മധ്യത്തിൽ, കാലത്തിൻ്റെ മധ്യത്തിൽ, പ്രകൃതിയുടെ മധ്യത്തിൽ, ഭൂമിയുടെ ഒത്ത മധ്യത്തിൽ, ഗോകുൽത്തായുടെ മുകളിൽ കർത്താവായ യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു. രണ്ട് കൊലയാളികളുടെ മധ്യത്തിൽ, രണ്ട് കാർച്ചക്കാരുടെ മധ്യത്തിൽ, രണ്ട് കുറ്റവാളികളുടെ മധ്യത്തിൽ ഇതാ കുറ്റമില്ലാത്ത ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവനെപ്പോൾ ആരാധ്യനാരുമില്ല, ഇവനൊപ്പം പറയാൻ ഒരാളുമില്ല. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. കുറച്ചും ആളുകളല്ല, വലിയൊരു കൂട്ടം, 6 ലക്ഷം പേര്. ചെറിയ കൂട്ടമല്ല. എത്രയോ വിശാലമായ മരുപ്പറമ്പിൽ കൂടി ഈ കണ്ട ജനം അങ്ങ് യാത്ര ചെയ്ത് പോവുകയാണ്. ഒരിടത്ത് പാളി ഉറങ്ങി, കൂടാരങ്ങൾ പാർക്കുകയാണ്. കൂടാരം അടിച്ചു, മരുഭൂമിയിൽ കൂടാരം അടിച്ചു. കൂടാരങ്ങളിൽ പെട്ടെന്നാണ് അത്യാഹിതം. പാമ്പുകൾ, തീക്കൊള്ളി മിന്നുന്നത് പോലെ പാമ്പുകൾ, തീ പാറുന്നത് പോലെ പാമ്പുകൾ പൊളഞ്ഞ് കൂടാരങ്ങളിൽ കയറുന്നു, ആളുകളെ കടിക്കുന്നു. തീപ്പാമ്പുകൾ, അഗ്നിസർപ്പങ്ങൾ കടിക്കുന്നു. കടിച്ചു കഴിയുമ്പോൾ വിഷം വ്യാപിക്കുന്നു. അല്പനേരം കഴിയുമ്പോഴേക്കും വിഷം കലർന്ന് ആ വിഷത്തിൻ്റെ ഭയാനകമായ ബാധയാൽ ഓരോരുത്തർ മയങ്ങി വീഴുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ മരിക്കുന്നു. കൂട്ടമരണം. എന്തൊരു അത്യാഹിതമാണ്, എന്തൊരാപത്താണ്. ജനങ്ങളിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ജനം കൂട്ടത്തോടെ നിലവിളി. 600,000 പേരുടെ നിലവിളി എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? കൂട്ടക്കരച്ചിൽ, മഹാബാധ, അഗ്നിസർപ്പങ്ങൾ കടിക്കുന്നു, വിഷം വ്യാപിക്കുന്നു. എന്തു ചെയ്യും? അപ്പോഴാണ് മോശ മുട്ടുമടക്കിയത്. എൻ്റെ കർത്താവേ, നീ പറഞ്ഞിട്ടല്ലേ ഈ ജനം പുറപ്പെട്ടത്, നീയല്ലേ പുറപ്പെടുവിച്ചത്, ചെങ്കടൽ കടത്തിക്കൊണ്ട് വന്നത് നീയല്ലേ. കർത്താവേ, മരുഭൂമിയിൽ മന്ന തന്നല്ലേ നീ ഞങ്ങൾ നടത്തിയത്, ഞങ്ങൾ ചോദിച്ചെല്ലാം തന്നല്ലോ, പാറയിൽ നിന്ന് വെള്ളം തന്നല്ലോ, മാറായിലെ കയ്പുവെള്ളം മധുരമാക്കി തീർത്തല്ലോ. കർത്താവേ, ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നു. എന്താണ് കർത്താവേ പരിഹാരം? ഈ അഗ്നിസർപ്പങ്ങൾ കടിക്കുന്നല്ലോ. ദൈവതമ്പുരാൻ പറഞ്ഞു, മോശേ, നീ ജനത്തോട് പറയുക, ഒരു പിച്ചള കൊണ്ട് ഒരു പാമ്പിനുണ്ടാക്കി പാളയത്തിൻ്റെ മധ്യത്തിൽ നാട്ടി നിർത്തുക. വലിയോട് കൊടിമരം നാട്ടിയിട്ട് കൊടിമരത്തിൽ പിച്ചള കൊണ്ട് ഒരു പാമ്പിനെ നാട്ടി നിർത്തുക. ജനത്തോട് നീ പറയണം, ആരെല്ലാം പാമ്പിൻ്റെ കടിയേറ്റോ അവരെല്ലാം ഈ പാമ്പിലേക്ക് നോക്കിയാൽ മതി. മരുഭൂമിയിൽ ഉയർത്തിയിരിക്കുന്ന ഈ സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവരെല്ലാം ഈ പാളയത്തിൻ്റെ മധ്യത്തിൽ മരുഭൂമിയിൽ ഉയർത്തിയിരിക്കുന്ന സർപ്പത്തിലേക്ക് നോക്കിയാൽ, ഈ താമ്ര സർപ്പത്തിലേക്ക് നോക്കിയാൽ അവർക്കെല്ലാം മോചനം കിട്ടും. നീ പറഞ്ഞാൽ മതി. മോശ കൂടാരങ്ങൾ തോറും അറിയിക്കാൻ ആളുകളെ പരമേൽപ്പിച്ചു. എല്ലാ കൂടാരങ്ങളും ഒരേ സമയം അറിയിപ്പ് കൊടുത്തു. ആളുകൾ ഓരോരുത്തർ ക്ഷീണിതരായി അവശരായി പോകുമ്പോൾ പാമ്പിൻ്റെ കടിയേറ്റ് ഓരോരുത്തർ നോക്കുന്നവർ കണ്ണു തെളിയുന്നു, ബാധ മാറുന്നു, അവർ എഴുന്നേറ്റ് നടക്കുന്നു. അടുത്ത കൂടാരത്തിലുള്ളവരോട് പറയുന്നു, അവരും നോക്കുന്നു, രക്ഷപ്പെടുന്നു. അങ്ങനെ അനേകം രക്ഷപ്പെടുകയാണ്. സങ്കല്പിക്കൂ, ഒരു കൂടാരത്തിൽ ഒരുത്തൻ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റു, അവൻ മരിക്കാൻ പോവുകയാണ്, ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ്, ശരീരം തളരുന്നു, കണ്ണ് മങ്ങുന്നു, ഓർമ്മ നശിക്കുന്നു, അവൻ ക്ഷീണിതനായിക്കൊണ്ടിരിക്കുന്നു. ചെന്ന് പറഞ്ഞു, നീ മരിക്കേണ്ട ആവശ്യമില്ല, മരിക്കണ്ട, നിനക്ക് രക്ഷപ്പെടാൻ പഴുതുണ്ട്, നോക്കിയാൽ മതി. അതല്ലേ ദൈവത്തിൻ്റെ വചനം. പ്രവാചകൻ പറഞ്ഞത് കേട്ടില്ലേ? ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് കേട്ടില്ലേ? നോക്കൂ അങ്ങോട്ട്. അവൻ പറയുകയാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് മനസ്സിലാകുന്നില്ല. എൻ്റെ ശരീരത്തിലാണ് വിഷം വ്യാപിച്ചിരിക്കുന്നത്. ഞാൻ അല്പം സയൻസൊക്കെ പഠിച്ചവനാണ്. ഈ ശരീരത്തിൻ്റെ കോശങ്ങളിലൊക്കെ വിഷം വ്യാപിച്ചു കഴിഞ്ഞു. ശരീരത്തിൻ്റെ എല്ലാ ഞരമ്പുകളിലും രക്തത്തിലും എല്ലാം ഇത് പരന്നു കഴിഞ്ഞു. എല്ലാ കോശങ്ങളിലും ഇത് കടന്നു കഴിഞ്ഞു. എൻ്റെ ശരീരത്തിൽ ഈ വിഷം വ്യാപിച്ച് എൻ്റെ കിഡ്നിയെല്ലാം തകരാറായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ മാറാനാണ്? ഇങ്ങോട്ടൊരു മരുന്ന് കുത്തിവയ്ക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാകും. മരുന്ന് കുത്തിവെച്ചാൽ ആ വിഷം മാറും, മനസ്സിലാക്കാം. ഇതൊരു മരുന്നും കഴിക്കാതെ, ഒന്നും ചെയ്യാതെ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ എങ്ങനെ ഇത് മാറാനാണ്? എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. സ്നേഹിത, മനസ്സിലാക്കാൻ നോക്കണ്ട. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. നോക്കിയാൽ രക്ഷ പ്രാപിക്കുന്ന വചനം. നീ നോക്കൂ, നീ വിശ്വസിക്കൂ, ആ സർപ്പത്തിലേക്ക് നോക്കൂ.
അവനെ ചെരിഞ്ഞ് അവശനിലയിൽ കിടക്കുന്ന കിടപ്പിൽ ചെരിഞ്ഞ് നോക്കി. പെട്ടെന്ന് അവൻ്റെ ശരീരത്തിൽ ചൈതന്യം വരുന്നു. പെട്ടെന്ന് അവൻ്റെ കണ്ണ് തെളിയുന്നു. അവൻ ചാടി എഴുന്നേൽക്കുന്നു. അയ്യോ, ഞാൻ സംശയിച്ച് തെറ്റിപ്പോയി, ഞാൻ അവിശ്വസിച്ച് തെറ്റിപ്പോയി, അയ്യോ ഇനി എനിക്ക് വെറുതെ ഇരിക്കാൻ ഒക്കുകയില്ല. അടുത്ത കൂടാരത്തിലേക്ക് അവൻ ഓടുന്നു. സ്നേഹിത, മരിക്കേണ്ട ആവശ്യമില്ല, നോക്കിയാൽ മതി. ഞാനും സംശയിച്ച് നോക്കാതിരുന്നവനാണ്, ഞാനും അവിശ്വസിച്ച് നോക്കാതിരുന്നവനാണ്. ഞാനിപ്പോൾ നോക്കുകയാണ്, എനിക്ക് മോചനം കിട്ടിയിരിക്കുന്നു, എനിക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നു. സ്നേഹിത, നീ നോക്കൂ നോക്കൂ പറഞ്ഞു. അവൻ കൂടാരം തോറും ഓടി നടക്കുകയാണ്. ഇസ്രായേൽക്കാർ ഓരോരുത്തരും കൂടാരം തോറും ഓടി നടന്ന് പറയുകയാണ്, അനേകർ സർപ്പത്തിൻ്റെ കടിയേറ്റവരെ രക്ഷപ്പെടുന്നു. അതാണ് റോമലേഖനം 3:24 പറയുന്നത്. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:14 പറയും, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. സ്നേഹിതരെ, നിങ്ങൾ നോക്കൂ, ഗോകുൽത്തായി ഉയർത്തിയിരിക്കുന്ന ഈ സ്വർഗീയ പിച്ചള സർപ്പത്തെ നിങ്ങൾ നോക്കൂ. ഗോകുൽത്തായി ഉയർത്തിയിരിക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ യാഗത്തെ നിങ്ങൾ നോക്കൂ. ഗോകുൽത്തായിലെ കുരിശിന്മേൽ 3 ആണുങ്ങൾ തൂങ്ങിക്കിടന്ന് പിടയുന്ന യേശുവിനെ നിങ്ങൾ നോക്കൂ. യേശുവിനെ നിങ്ങൾ നോക്കൂ. എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ക്രൂശിന്മേൽ കിടക്കുന്ന യേശുവിനെ നോക്കൂ. മകനെ, നിൻ്റെ പാപത്തിൻ്റെ ബാഹുല്യങ്ങൾ മാറുവാൻ, പാപത്തിൻ്റെ ബാധകൾ മാറുവാൻ അതിന് നീ യാതൊരു പുണ്യപ്രവൃത്തിയല്ല ചെയ്യേണ്ടത്. യേശു ക്രിസ്തുവിനെ നോക്കൂ. ക്രിസ്തുവിൻ്റെ രക്തം നിനക്ക് മോചനം തരും. ക്രിസ്തുവിൻ്റെ രക്തം നിന്നെ കഴുകും. വന്നുപോയ പാപങ്ങൾ യേശുവിനോട് നീ ഏറ്റു പറയൂ. ഇനിമേൽ പാപമില്ലാത്തൊരു ജീവിതം നയിക്കുവാൻ എൻ്റെ ശരീരം ഞാനിതാ സമർപ്പിക്കുന്നു. ഞാനിതാ എന്നെ തന്നെ യാഗമായി അർപ്പണം ചെയ്യുന്നു. ഞാനിതാ എൻ്റെ ദൈവമേ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുന്നു. ഇനിമേൽ ഞാനല്ല യേശുവേ, നീയാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനിമേൽ ഞാനല്ല. ഇതുവരെയും പിശാച് പന്താടി എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. ഇതുവരെയും സാത്താൻ ഇഷ്ടം പോലെ ഉപയോഗിച്ച എൻ്റെ ശരീരം ഞാനിതാ യേശുവിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഇതുവരെ പാപത്തിന് അടിമപ്പെട്ടിരുന്നതായ എൻ്റെ ശരീരം യേശുവേ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. വൈരാഗ്യവും പകയും വിദ്വേഷവും കോപവും വാശിയും ഉണ്ടായിരുന്ന എൻ്റെ ഹൃദയം ഞാനിതാ നിനക്കായി തുറന്നു തരികയാണ്. എന്നെ നീ കഴുകണമേ, തിരുരക്തത്താലിനെ മുദ്ര അണിയിക്കണമേ, തിരുരക്തത്താലിനെ പൊതിയണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. യേശുവിനോട് വാക്ക് പറയുവീൻ, എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയുവീൻ, ജീവിതം സമർപ്പിക്കുവീൻ, പാപമോചനത്തിന് സൗഖ്യം അനുഭവിപ്പീൻ, സമാധാനം അനുഭവിപ്പീൻ, സന്തോഷം അനുഭവിപ്പീൻ, കുടുംബ സമാധാനം അനുഭവിപ്പീൻ, പുതിയ ജീവിതം തുടങ്ങുവീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. നിൻ്റെ ഈ പ്രിയമക്കളെ അവിടെ തലോടുന്നതിനായി സ്തോത്രം. തീരുമാനമെടുത്തവരുടെ മേൽ എൻ്റെ നാഥൻ്റെ പൊന്നുകരം വെച്ചതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവേ, മനോഭീതിയിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ദുഃഖത്തിലും നെടുവീർപ്പിലും വലയുന്നവർക്ക് ശാന്തി നൽകണമേ. കുടുംബസമാധാനം അയക്കണമേ. കർത്താവേ, സ്വൈര്യമില്ലാതിരിക്കുന്ന കുടുംബങ്ങളിൽ സ്വൈര്യവും സന്തോഷവും നൽകണമേ. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും സമാധാനത്തിൽ കാക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. ഒരു വിശുദ്ധ തലമുറ എഴുന്നേറ്റ് വരണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ.